നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ എന്റെ കസേര, എന്റെ സ്ഥാനം, എന്റെ എന്റെ ഭൂമി, എന്റെ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് വെച്ച് ഞെരിങ്ങിങ്ങനെ ഇരിക്കില്ലേ ചാവണവരെ. ഇതൊന്നും എന്റേതല്ല. ഞാനിതെല്ലാം എന്തിലേക്ക് ഇട്ടു? എന്റെ ഉള്ളിലെരിയുന്ന ബ്രഹ്മാഗ്നിയിലേക്ക് സമർപ്പിച്ചു. വിഷയമോഹങ്ങളെയും സമർപ്പിച്ചു. ഒടുവിൽ ഞാൻ എന്ത് ചെയ്തു? ദ്രവ്യങ്ങളായിട്ട് സമർപ്പിച്ചത് എന്റെ വിഷയമോഹങ്ങള്, എന്റെ സന്താനങ്ങള്, എന്റെ സമ്പത്ത്, എന്റെ ബാങ്കിൽ കിടക്കണ പണം, എന്റെ സ്വർണങ്ങള്, എന്റെ സകലതും ഇതം നമമ എന്ന് പറഞ്ഞ് ഞാനിട്ടു. ഒടുവിൽ ഇതാ ഞാൻ എന്ന് പറയുന്ന അഹങ്കാരത്തെയും ഞാൻ അതിലേക്കിട്ടു. ഫ്രീ. ഇനി എന്താ ഉള്ളത്? ജീവിതത്തിൽ മാത്രം സന്തോഷിക്കാൻ പിന്നെ എന്ത് വേണം? ഈ ഞാൻ എന്ന് പറയുന്നത് ആരാ? ഗുരു ഭംഗിയായിട്ട്, ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ തമിഴ് പണ്ഡിതന്മാരെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. പട്ടണത്ത് പിള്ളയാരൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുരു പറഞ്ഞു, തൊലി, എലുമ്പ്, മലം, അന്തക്കലകള് മേന്തു മഹന്തയൊന്ന് കാണുക പൊലിയും ഇത്. തൊലി കോട്ടിയിരിക്കുക. ഈ കോട്ടിക്കണില്ലെങ്കിൽ നമ്മളെ കാക്ക കൊത്തി തിന്നും. ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട്, ഈ തൊലി കൊണ്ട് ഈ ശരീരം പൊതിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ കാക്ക കൊത്തി തിന്നേനെ. ഈ തൊലി ഇങ്ങനെ കവർ ചെയ്ത കാരണം കെച്ചപ്പിൽ നടക്കുക. കാക്ക വന്നാലും ഷൂ എന്ന് പറഞ്ഞ പൊക്കോളും, കൊത്തിയെടുക്കില്ല. എലുമ്പ്, അതിൻ്റെ അകത്തുള്ള ഈ മജ്ജയും സാധനങ്ങളൊക്കെ കൂടിയിട്ട് അതിൻ്റെ അകത്ത് എന്താ? മലം. നിറയെ കിറ്റുകൾ അതിൻ്റെ ഉള്ളില്. എന്തായിരിക്കണേ ഇരിപ്പ്? എന്നിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റുകളായിരിക്കുന്നത്. എന്തേ പറയുമ്പോ ഒരു വിഷമം. വെറും മലഭാണ്ഡങ്ങൾ. അല്ലയോ മലഭാണ്ഡങ്ങളെ എന്ന് വിളിച്ചാൽ നിങ്ങൾ പരിഭവിക്കരുത്. കാരണം ഞാനും നിങ്ങളും മലഭാണ്ഡങ്ങൾ ആണ്. മലഭാണ്ഡങ്ങൾ എന്ന് ഞാനല്ല പറഞ്ഞ, ഗുരുദേവനാ പറഞ്ഞ്. നമ്മളെല്ലാം വെറും മലഭാണ്ഡങ്ങളല്ലയോ? ആലോചിച്ച് നോക്ക്. ഇവിടുന്ന് ഇറക്കണ ചോറൊക്കെ ഇവിടെ ഒരു പാട്ടത്തില് ഒരു കിറ്റ്, ആമാശയ കിറ്റ്. ആമാശയ കിറ്റിന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് ചെല്ലും ചെറുകുടൽ കിറ്റ്. ചെറുകുടൽ കിറ്റിന്ന് വൻകുടൽ കിറ്റ്. വൻകുടൽ കിറ്റിന്ന് മലാശയം എന്ന് പറയുന്ന വലിയ കിറ്റ്. ഇന്ന് ഇവിടുന്ന് കഴിച്ച സാധനമൊക്കെ ഇന്ന് വൈകുന്നേരം നാളെ കാലത്താകുമ്പോഴേക്കും എവിടെ എത്തി? ഞാൻ പച്ചയ്ക്ക് സത്യം പറയാം, മലാശയ കിറ്റിലെത്തി. ഈ കുടിച്ച വെള്ളം ഇതൊക്കെ കൂടി മൂത്രാശയ കിറ്റിലെത്തി. 2 വലിയ കിറ്റുകൾ ചോട്ടിൽ തൂക്കിയിട്ടിട്ടായി നടക്കണത്. എന്നിട്ട് ഇരിക്കണ ഇരിപ്പ് കണ്ടാല. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഈ വായൊക്കെ വലിയ നീറ്റാക്കി മൗത്ത് വാഷ് കൊണ്ട് കഴുകി സെൻസോഡൈൻ കൊണ്ട് പേസ്റ്റ് ചെയ്ത് ക്ലോസപ്പ് അങ്ങനെയൊക്കെ വെച്ച പല്ലൊക്കെ എന്ത്. ഈ തുറക്കണ ദ്വാരം പുറത്തേക്ക് തുറക്കുന്നത് എവിടെയാ? ഈ കുഴല് ചിന്റെ അവസാനം എവിടെയാ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഇവിടുന്ന് ചെന്ന് നാളെ കാലത്ത് തന്നെ കുഴല് തുറക്കണം, അല്ലെങ്കിൽ ഒരു സമയം വയറിയാൻ. ഇത്രയേ ഉള്ളൂ നമ്മൾ. അതാണ് തൊലി, എലുമ്പ്, മലം, ദുരന്തം, അന്തക്കലകള്. ഗുരു ഉപയോഗിച്ച ഒരു വാക്കുണ്ടല്ലോ, ദൈവം എങ്ങി ഒരു 10,000 ജന്മം എനിക്ക് കിട്ടിയാലും എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ലേ? ദുരന്തം, അന്തക്കലകള്. അന്തക്കല മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം എന്ന് പറയുന്ന ദുരന്ത. ഈ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ ദുരന്തം നമുക്കുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആലപാഞ്ഞ് നടക്കുന്നത്. ദുരന്തം, അന്തക്കല എന്ന ഗുരു അതൊരു അഹന്ത. പൊലിയുമിത്. ഇത് തന്നെ നിങ്ങൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഇത് സ്വയം ജീർണിക്കും, ഒരു സംശയവുമില്ല. ഇപ്പൊ 10 കൊല്ലം മുമ്പ് ഇവിടെ വന്നിരുന്ന ഞാനാണ് ഇരിക്കുന്നത്. ജീർണിക്കാൻ തുടങ്ങി. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ ചിലപ്പോൾ ഗീതാസുരാജ് എന്ന് പറയണ ജീർണത ഉണ്ടാവില്ല. ഈ കിറ്റ് ഇവിടുന്ന് പോയിണ്ടാവും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കൂ. അഹങ്കരിക്കണ്ട, അത് പൊലിയും. ഇനി ഗുരു പറയുന്നൊരു കാര്യമുണ്ട്, അത് സാധാരണ നിങ്ങൾ വായിക്കുന്നതെന്ന് കിട്ടില്ല, അത് ഗുരു പറയാൻ പറഞ്ഞതാ. പൊലിയും ഇത്. അന്യ പൊലിഞ്ഞ് പൂർണ്ണമാകും വലിയൊരഹന്ത. ശരിക്കും നമ്മള് തൊലി, എലുമ്പ്, മലമാണ് ഞാനെന്ന് കണ്ണാടിയെ നോക്കി ഞാനെന്ന് പറഞ്ഞു നടക്കുന്നതല്ല. നിങ്ങൾ വലിയൊരഹന്തയാ. അതേതഹന്തയാ? ഞാനും നിങ്ങളൊക്കെ ആരാ? ഒരു ബ്രഹ്മ, ഒരു ദൈവ. അതാണ് വലിയൊരഹന്ത.